ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നല്ല ഭക്ഷണം അന്വേഷിച്ച് നടക്കുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കള്ള് ഷാപ്പ് എന്ന് പറയും. ഫേമസ് ആയിട്ടുള്ള ചില കള്ള് ഷാപ്പുണ്ട്. അപ്പോൾ കള്ള് കുടിക്കാൻ വേണ്ടി മാത്രമല്ല കള്ള് ഷാപ്പിൽ പോകുന്നത്, നല്ല ഭക്ഷണം കഴിക്കാനും കള്ള് ഷാപ്പിൽ പോകാം. പണ്ടത്തെ പോലെ അങ്ങനെ ഒരു സ്റ്റിഗ്മയൊന്നുമില്ല. കള്ള് ഷാപ്പിൽ സ്ത്രീകൾ വരെ പോയി ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് മാത്രം നമ്മൾ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ കട്ടപ്പനയിൽ 20 ഏക്കർ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കള്ള് ഷാപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നല്ല ഒന്നാന്തരം നാടൻ വിഭവങ്ങൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ കള്ള് കുടിക്കാൻ വന്നതല്ല, ഈ കള്ള് ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റം തേടിയാണ് എത്തിയിരിക്കുന്നത്. മുകളിലേക്ക് പോകാം. ഇദ്ദേഹമാണ് ഈ 20 ഏക്കർ ഷോപ്പിൻ്റെ ഓണർ, മിസ്റ്റർ അജി. ഇത് പ്രധാന ഷെഫാണ്. ഇദ്ദേഹത്തിൻ്റെ കൈപുണ്യമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മൾ മീൻ തല വെച്ചിട്ടുള്ള കറികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതെപ്പോഴും മീനിൻ്റെ തല കഷ്ണങ്ങളാക്കി ചെറിയ പീസസ് ആക്കിയിട്ടൊക്കെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, മീൻ തല മുഴുവനോടെ അല്ലേ, രണ്ടായിട്ട് മാത്രം പിളർന്നിട്ട്. ഇവിടെ വലിയ ഒരു മീനിൻ്റെ തലയാണ് ഇത്. വറ്റ എന്നാണ് ഈ മീനിൻ്റെ പേര്. ഇത് ഏതാണ്ട് ഒരു 7-8 കിലോ വെയിറ്റ് ആയിട്ടുള്ള മീനാണ്. ഇതിനെ ഒരു തല എന്ന് പറഞ്ഞാൽ 2 പീസാക്കിയിട്ടുണ്ട് അല്ലേ, 2 സൈഡായിട്ട്. ഒന്ന് 2ആയിട്ട് മുറിക്കും. നിറച്ച് ഫ്ലഷാണ് ശരിക്കും. നല്ല മാംസമുള്ള അല്ലേ, മാംസം കൂടും. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാണ്. ആദ്യം എണ്ണ, വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ചേറെ വെളിച്ചെണ്ണ ഒരു 1/2 കപ്പോളം ചേർക്കണം. കാര്യം ഇത് വലിയ മീനിൻ്റെ തലയാണ്. അപ്പോൾ അത്രയും ഗ്രേവി വേണം ആ തലയിലിങ്ങനെ അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ വഴറ്റിയെടുക്കണ്ടേ, ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. എണ്ണ നല്ല ചൂടായി. അതിലേക്ക് ആദ്യം കടുക്, പിന്നെ ഉലുവ. കടുക് പൊട്ടണം, ഉലുവ പൊട്ടണം, മൂക്കണം അല്ലേ, ആ മണം വരണം. ഇനി ഇതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് 100 ഗ്രാം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി 100 ഗ്രാം അരിഞ്ഞത്, പച്ചമുളക് 2ആയിട്ട് പിളർന്നത് 50 ഗ്രാം. ഓക്കെ. അപ്പോൾ ഏതാണ്ട് ഒരു 1/4 ഭാഗം അത് മൂത്ത് തുടങ്ങുമ്പോൾ 7-8 ചെറിയ ഉള്ളിയും ഒരു വലിയ സവാള നീളത്തിനരിഞ്ഞത്. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 കപ്പ് സവാള എന്ന് പറയാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴാണ് അത് ചേർക്കുന്നത്. വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് മൂക്കട്ടെ അല്ലേ. കറിവേപ്പിലയും ഈ ഒരു സ്റ്റേജിൽ തന്നെ കുറച്ച് ഉപ്പും അങ്ങ് ചേർക്കുകയാണ്. ഉപ്പ് ഈ സ്റ്റേജിൽ ചേർക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഉള്ളി മൂത്ത് കിട്ടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ ഉള്ളിയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും എന്നാണ് ഉള്ളി പറയുന്നത്. ഏതാണ്ട് മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് മല്ലിപ്പൊടി 3 വലിയ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കണം. ഇനി ഇച്ചിരി വെള്ളം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യണം. കാര്യം ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ പൊടി ഐറ്റംസ് പെട്ടെന്ന് ഇടണം. പിരിയൻ മുളകും അല്ലാത്ത മുളകും കൂടി ചേർന്ന് പൊടിച്ച് വെച്ചതാണ്, മിക്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ചേർക്കും. അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കും. അത് ആ കറക്റ്റ് റെഡ് കളറിൽ ഇരിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം, കുറേ ഒരു 3 മഗ് വെള്ളമാണ് അല്ലേ, 3.5 കപ്പ് മഗ്ഗിലാണ്. അപ്പോൾ അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ ഇനി കുടംപുളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി കുടംപുളി ഒരു 10-12 പീസ് കുടംപുളിയും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് വെന്തു. അരപ്പ് നന്നായിട്ട് നല്ല തിള വന്നു. ഒരു കുറുകിയ ഭാഗമായി. ഇനിയാണ് മീൻ തല ഇതിനകത്തേക്ക് ഇടാം. ഇനി ഇച്ചിരി വെള്ളം കൂടി ചേർക്കും, കുറച്ച്. ഈ പാത്രം ഒന്ന് അടച്ചിടണം. അപ്പോൾ കാര്യങ്ങൾ കണ്ടല്ലോ. ആ 2 വലിയ മീനിൻ്റെ ഒരു വലിയ മീനിൻ്റെ തല 2ആയിട്ട് പിളർന്നതാണ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇത്രയും വലിയ പാത്രം എന്തായാലും വേണം. ഇതിങ്ങനെ പരന്ന് ഇങ്ങനെ
അതിൽ അമങ്ങിയിരിക്കണമല്ലോ. എന്നിട്ട് ആ ചാറ് അതിലിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ആ ചാറ് അതിന് മുകളിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പാത്രം ഒന്ന് അടച്ചു. ഇനി തീയൊന്നും കുറയ്ക്കുന്നില്ല. ഇനി ഇതൊന്ന് തിള വന്നു കഴിയുമ്പോൾ മീനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ചാറ് കൂടും. അത് കഴിഞ്ഞിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിക്കണമല്ലോ. അപ്പോൾ പറ്റാന്ന് പറഞ്ഞാൽ മീൻ വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ തലയിലെ ഫ്ലഷ് കൂടി കൂടി വരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുള്ളേ കാണത്തില്ല, അത്രയ്ക്ക് ഫ്ലഷി ആയിട്ടുള്ള തലയാണ്. മാംസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കഷ്ണം വാങ്ങണ്ടായിരിക്കും, തല തന്നെ വാങ്ങിച്ചാൽ മതി, അത്രയ്ക്ക് സ്വാദാണ്. അപ്പോൾ ആൾക്കാരുടെ രുചി അനുസരിച്ചിട്ട് അവർക്ക് എന്താ ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് ഏറ്റവും ഫേമസ് ആണ് ഈ കടയിൽ. ശരിക്കും ഈ 20 ഏക്കർ ഷാപ്പിൽ മീൻ തലയുടെ ഈ വറ്റയുടെ തല, വറ്റ മാത്രമേ ഇവിടെ തലക്കറി വയ്ക്കാറുള്ളൂ. മാംസമുള്ളൂ, എല്ലല്ലേ ഉള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നല്ല ഐഡിയ. വറ്റ തന്നെയാണ് ഏറ്റവും നല്ല മീൻ തല. തിരിച്ചിട്ടു, വീണ്ടും പാത്രം അടച്ചു. ഇനി കുറച്ച് നേരം കൂടി പൊടിഞ്ഞു പോകും അല്ലേ. അപ്പോൾ നന്നായിട്ട് വെന്ത് പോകുന്നതിന് മുന്നേ തന്നെ മറിച്ചിടണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഒരു ഹാഫ് വേ ആകുമ്പോൾ തന്നെ മറിച്ചിടാം. രണ്ട് സൈഡും പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ചാറ് എന്തായാലും കുറുകിയാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല അല്ലേ. പിന്നെ ഇതിൻ്റെ മണം ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ആ മീനിനും കൂടി ചേർന്ന് മസാല വേകുമ്പോൾ മീനിൻ്റെ മണം, ഇപ്പോഴാണ് ശരിക്കും ഒരു മീനിൻ്റെ മണം. ആ കുടംപുളിയുടെ എല്ലാം കൂടി ചേർന്നിട്ട് ആ മണം വന്നു തുടങ്ങി. എല്ലാം കഴിഞ്ഞാൽ റെഡി. ലാസ്റ്റ് സ്റ്റേജിലാണ് ടൊമാറ്റോ, പച്ചവെളിച്ചെണ്ണ, കറിവേപ്പില, എക്സ്ട്രാ കറിവേപ്പില, പച്ചമുളക് ഇടും അല്ലേ. അവസാനം അതെല്ലാം കൂടി ഇട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുന്നു. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാപ്പിൽ വരുന്ന ആൾക്കാർ രണ്ടാമതല്ലേ ഇതുണ്ടാക്കി അങ്ങ് വെക്കുകയാണ്. ആവശ്യക്കാർ വരുമ്പോൾ പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ രുചി കൂടും, എന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും തിരിച്ചിട്ടു. അപ്പോൾ തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. എല്ലാ ഭാഗവും നന്നായിട്ട് മസാല പിടിക്കണം, കഷ്ണം വേകണം. ഫ്ലഷി ആയിട്ടുള്ള തലയല്ലേ. ഇനി കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഒരു 7-8 രണ്ടായിട്ട് മുറിച്ചത്, ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞത് 3-4. അപ്പോൾ ഈ അവസാനം ചേർത്ത കാര്യങ്ങളൊന്ന് വാടിയാൽ മാത്രം മതി. ടൊമാറ്റോ, പച്ചമുളക്, കറിവേപ്പില. കാര്യം ഇനി ഇത് തീ ഓഫ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ചൂടിൽ കിടന്നിട്ട് അല്ലേ, ഇതിൽ കിടന്ന് ഒന്ന് ഓക്കെ ആയി. തീ ഓഫ് ചെയ്തിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി കുറച്ച് ഒഴിച്ച് അങ്ങ് അടച്ചിടുകയാണ്. പിന്നെ അതിൻ്റെ ചൂടിൽ കിടന്ന് ഇതെല്ലാം ഇങ്ങനെ അല്ലേ ക്രമീകരിച്ച് കിട്ടും. അപ്പോൾ അവസാനത്തെ കാര്യം ഒഴിച്ചു കഴിഞ്ഞു, പച്ചവെളിച്ചെണ്ണ. ഇപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. പച്ചവെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാര്യമാണ്, പിന്നെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാം, അപ്പോൾ ഈ 2 പീസും കൂടി ചേർന്നിട്ടാണോ നമ്മൾ ഒരു പ്ലേറ്റ്, അല്ല 2 ആയിട്ടല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അതിനെങ്ങനെ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഭാഗം അല്ലേ. അപ്പോൾ 2 കൂടി വാങ്ങണമെങ്കിൽ 400 അല്ലേ. ഇത് 2 പീസും കൂടി വാങ്ങിക്കണമെങ്കിൽ 400 രൂപ കൊടുത്താൽ മതി. ഒരു പീസാണെങ്കിൽ 200. പക്ഷേ ഇത് ഒരാൾക്കോ 2 ആൾക്കോ കഴിച്ചാൽ തീരുന്നതല്ല, ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ മാത്രമേ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. വിശാലമായിട്ട് ഷാപ്പിൽ വന്ന് ഇരുന്ന് കഴിക്കണം. കൂട്ടത്തിൽ കപ്പ ഉണ്ടാകും, പിന്നെ മെയിനായിട്ട് കള്ളപ്പം, ഇതിലേതെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്പെഷ്യലായിട്ടുള്ള നാടൻ വിഭവങ്ങൾ വളരെ എത്തനിക്കായിട്ട് വളരെ തനതായ രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നത്. കഴിച്ച് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇച്ചിരി കഴിച്ച് നോക്കാം അല്ലേ. ഞാൻ കഴിക്കുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കും. ഇതെങ്ങനെ ഞാൻ കഴിച്ചു തീർക്കും? ഒരറ്റത്തുനിന്ന് മാത്രം ചൂട്, നല്ല ചൂട്. പിന്നെ സ്പൈസി ആയിരിക്കും, മുളകെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. നല്ല ടേസ്റ്റ്, വളരെ നല്ലൊരു ശരിക്കും നല്ല പുളി, അതായത് കുടംപുളിയുടെ സ്വാദ്, എരിവും എല്ലാം കൂടി. പിന്നെ ഇത് ഇരിക്കുന്നോറും രുചി കൂടും. കുറേ പിടിക്കാനുണ്ട്, കാര്യങ്ങളെല്ലാം പിടിക്കാനുണ്ട്, എല്ലാം ഇങ്ങനെ പിടിക്കാനുണ്ട്. പക്ഷേ വെരി ടേസ്റ്റി. ശരിക്കും വറ്റയുടെ തല തന്നെ കഴിക്കണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും ചേട്ടാ താങ്ക് യു. പിന്നെ ഒരു കാര്യം ഇപ്പം മനസ്സിലായല്ലോ, ഷാപ്പിലാണ് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത്. നമ്മളിതിനു മുമ്പ് ഒരു ഷാപ്പിൽ പോയിട്ടുണ്ട്, കുമരകം ഭാഗം. കള്ള് ഷാപ്പിലൊക്കെ ഇപ്പോൾ ആൾക്കാർ ശരിക്കും പറഞ്ഞ ഷാപ്പിൽ വന്ന ഭക്ഷണത്തിന് വേണ്ടി മാത്രം വരുന്നവരുമുണ്ട്, നല്ല നാടൻ ഭക്ഷണം കിട്ടാൻ അല്ലേ. ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, ശരിക്കും സ്ത്രീകൾ പോലും വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും, ടൗണിലും ഒക്കെ ഉണ്ട്. നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നോ അവിടെ ആളുകൾ തേടിയെത്തും എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകാം. ഞാനിത് പാഴ്സൽ വാങ്ങിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊണ്ടുപോയി കുറച്ച് നേരം
തണുപ്പെല്ലാം മാറിയിട്ട് ബാക്കി കഴിക്കാമല്ലോ. എന്തായാലും താങ്ക് യു. ഇത് പാർസലാക്കാം.